24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ചക്രമുടി കയ്യേറ്റത്തിൽ നടപടിയുമായി റവന്യൂ വകുപ്പ് 4 പട്ടയങ്ങൾ റദ്ദാക്കി. 13.79 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു. അനധികൃതമായി ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാനും റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം സഭയിലടക്കം റവന്യൂ മന്ത്രി കർശനമായ നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ 4 പട്ടയങ്ങൾ റദ്ദാക്കി. എന്താണ് റവന്യൂ വകുപ്പിന്റെ തുടർന്നുള്ള നടപടി? ഉദ്യോഗസ്ഥരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക്, അതിലൊക്കെ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. എന്താണ് വിവരങ്ങൾ ശ്രീജിത്ത്? റീജിത്ത്, 2024 ഒക്ടോബറിലാണ് ഈ ചക്രമുടിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബൈസൺ വാലി വില്ലേജിൽ ചക്രമുടി ഭാഗത്ത് അനധികൃത കയ്യേറ്റവും നിർമ്മാണവും നടക്കുന്നുണ്ട് എന്നതായിരുന്നു വാർത്തകൾ. ഇത് സർക്കാർ അധീനതയിലുള്ള ഭൂമി കയ്യേറി വ്യാജരേഖകൾ ചമച്ച് കയ്യേറിയെന്നതായിരുന്നു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇതേ തുടർന്ന് സർക്കാർ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ ഈ അന്വേഷണത്തിനായി നിയോഗിച്ചു. ഈ അന്വേഷണത്തിലാണ് ഉയർന്നു വന്ന ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടത്. ഇതനുസരിച്ചുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 4 പട്ടയങ്ങൾ റദ്ദാക്കാനായി ഈ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. 4 പട്ടയങ്ങളും റദ്ദാക്കിക്കൊണ്ടുള്ള റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജന്റെ കർശന നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ. 4 പട്ടയങ്ങൾ റദ്ദാക്കിയതിലൂടെ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരികെ പിടിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ അനധികൃത കയ്യേറ്റം നടത്തുകയും വ്യാജരേഖ ചമയ്ക്കുകയും ചെയ്ത ആളുകൾക്കെതിരെ കർശനമായ ക്രിമിനൽ നടപടി സ്വീകരിക്കാനും റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കർശനമായ നടപടിക്ക് ഇനി റവന്യൂ വകുപ്പ് ഒരുങ്ങുന്നത്. ശരി, ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. 4 പട്ടയങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. 13.79 ഏക്കർ ഭൂമി സർക്കാർ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.